ട്രേഡുകളൊക്കെ കഴിഞ്ഞ ദിവസം ലാഭത്തിലായിരുന്നല്ലോ. പക്ഷെ മെയിൻ ട്രേഡ് ചെയ്തവരൊക്കെ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അവർക്ക് നഷ്ടത്തിലായിരുന്നു. ഓപ്ഷൻ സെല്ലേഴ്സ് അല്ലേ, വലിയ വലിയ ഓപ്ഷൻ സെല്ലേഴ്സ്. കൂടുതൽ മാർവാടികൾ ട്വീറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. ലോസിലാണ് 12 ലക്ഷം 20 ലക്ഷം ഒക്കെ ലോസ് പോയി. 12 ലക്ഷത്തിന്റെ ലോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ 12 ലക്ഷം പ്രോഫിറ്റിലായിരുന്നു. ആരൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഒരു ഫേമസ് ആളുണ്ട്, നമ്മുടെ ഫേമസ് ഒരു മലയാളി ഉണ്ട്, ഞാൻ പേര് പറയാനുള്ള കാരണം വീഡിയോ നെഗറ്റീവ് ആകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു പോസിറ്റീവ് നോട്ടിൽ എന്തുകൊണ്ടാണ് മെയിൻ ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ ലോസ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ പറയും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പൊട്ടക്കിണറ്റിലെ തവളകളാണ്. കോടികളുള്ള ആൾക്കാരുണ്ടോ. ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ലോകത്തിന്റെ ആ വാക്കിന്റെ എന്താ പറയാ, അവര് ഫുൾ ആ ഓപ്ഷനിലല്ല, അവരൊരു വൺ സൈഡ് ഒരു വര വരച്ച ആ വരയിൽ കൂടെ പോകണം. ഞാൻ എന്റെ പഴയ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്ഷൻ എന്ന പേരിൽ തന്നെ ഉണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, എവിടെ നോക്കിയാലും ഓപ്ഷൻസ് ആണ്. ബട്ട് അവർ സെല്ലിംഗ് മാത്രമാണ് അല്ലെങ്കിൽ ഹെഡ്ജിങ് മാത്രമാണ് ഓപ്ഷൻ ആയിട്ട് കൂടുന്നത്. അതാണ് അവർ ചെയ്യുന്ന തെറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെടുത്ത ട്രേഡുകൾ ഭൂരിഭാഗം ബൈ ബേസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റിലായത്. ഞാൻ ആ കഴിഞ്ഞ ട്രെൻഡിങ് മാർക്കറ്റിൽ സെല്ലേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഞാനും ലോസിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സൂപ്പർ സ്റ്റാർ പോലും ലോസിലാന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ട് സ്ക്രീൻഷോട്ട് കിട്ടിയായിരുന്നു. അവർ കുറ്റപ്പെടുന്നതല്ല, വലിയ ക്യാപിറ്റലുള്ളവർ പൊതുവെ സെല്ലിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ബട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ഓപ്ഷൻ എന്ന ലോകത്തിൽ വരുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ആക്ട് ചെയ്യരുത്. നമുക്ക് ഓപ്ഷനിൽ എന്ത് ഓപ്പർച്യൂണിറ്റി, അത് ബൈങ് ആയിക്കോട്ടെ, സെല്ലിംഗ് ആയിക്കോട്ടെ, ഹെഡ്ജിങ് ആയിക്കോട്ടെ, എന്ത് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. കാരണം ഒരു ട്രേഡർ, അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് തന്നെയാണ്. ഒരു മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ചില മാർക്കറ്റിൽ ബൈയിങ് ആണ് ചെയ്യേണ്ടത്, ബൈയേഴ്സേ വിജയിക്കുള്ളൂ. ഇന്നലെ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ എക്സ്പയറി, അതായത് 23 ജൂൺ എക്സ്പയറി ബൈയേഴ്സിന്റെ ദിവസമായിരുന്നു. കൃത്യമായ സ്റ്റോപ്പ് ലോസും കൃത്യമായ റിസ്ക് വാർഡും വെച്ച് നല്ല രീതിയിൽ ബൈയിങ് ചെയ്തെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഗ്രൂപ്പിൽ 18-32 ലക്ഷം വരെ ബൈയിങ്ങിലൂടെ മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത വീഡിയോയും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. സോ ഇതൊരു മെയിൻ ടോപ്പിക്കാണ്. ഒരു ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ, ബയ്യർ സെല്ലർ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഒരു ട്രേഡർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ നിന്റെ ഡൗട്ടും മാറും, ഈ വീഡിയോ കാണുന്ന മറ്റു ട്രേഡേഴ്സിന് ഒരു ഉപകാരവും. സോ വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം.